രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലെ വാചകങ്ങൾ നീക്കിയതിൽ ലോക്സഭയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം. ഹിന്ദു അഗ്നിവീർ പരാമർശങ്ങളാണ് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തത്. പ്രസംഗത്തിലെ വാചകങ്ങൾ നീക്കം ചെയ്താലും സത്യത്തെ നീക്കം ചെയ്യാൻ കഴിയില്ല എന്നും മോദിയുടെ ലോകത്ത് സത്യം നീക്കം ചെയ്യപ്പെടുമെന്നും രാഹുൽ ഗാന്ധി സഭയിൽ മറുപടി നൽകി. मोदी जी की दुनिया में सच्चाई एक्सपंज हो सकती है, मगर रियलिटी में सच्चाई एक्सपंज नहीं हो सकती है। जो मैंने कहा था, जो मैंने कहना था, मैंने कह दिया, वो सच्चाई है। और एक्सपंज करें, जितना करना है करें, सच्चाई सच्चाई होती है। धन्यवाद। അതേസമയം രാഹുലിന്റെ പ്രസംഗത്തിലെ വാചകങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബാൻസുരി സ്വരാജ് പ്രമേയം അവതരിപ്പിച്ചു. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബാലു, ഇന്നലെ പ്രതിപക്ഷ ചേരി പറഞ്ഞത് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞതൊക്കെ തങ്കലിപികളിൽ രേഖപ്പെടുത്തി വെക്കണം എന്നുള്ളതാണ്. പക്ഷേ അത് അങ്ങനെ തന്നെ വെട്ടിക്കളയുകയാണ് സഭ. പ്രത്യേകിച്ചും ഹിന്ദു അഗ്നിവീർ തുടങ്ങിയ പരാമർശങ്ങൾ നീക്കം ചെയ്യാനുള്ള തീരുമാനം കൂടി ഉണ്ടായിരിക്കുന്നു. ഇതിനെതിരെ എങ്ങനെയാണ് പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നത്? ഇന്ന് ലോക്സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഈ ഭരണപക്ഷത്ത് നിന്നുള്ള ബാൻസുരി സ്വരാജാണ് ഇന്നലെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ നീക്കം ചെയ്യണമെന്ന ആവശ്യം ഈ സഭയിൽ ഉന്നയിച്ചത്. രാഹുൽ ഗാന്ധി പറഞ്ഞ അസത്യപരമായ കാര്യങ്ങൾ ഈ സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്നായിരുന്നു ബാൻസുരി സ്വരാജ ആവശ്യപ്പെട്ടത്. തുടർന്ന് സ്പീക്കർ ഇക്കാര്യത്തിലുള്ള തന്റെ തീരുമാനം വൈകാതെ തന്നെ അറിയിക്കാമെന്ന് ബാൻസുരി സ്വരാജിനെ അറിയിക്കുകയാണ് ഉണ്ടായത്. അതായത് നേരത്തെ വാർത്തകളിലൊക്കെ വന്നിരുന്നത് ഈ രേഖകളിൽ നിന്ന് രാഹുലിന്റെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ നീക്കം ചെയ്തിരുന്നു എന്നതാണ്. പക്ഷേ സ്പീക്കറിന്റെ ഔദ്യോഗിക തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല. അത് അല്പസമയത്തിന് തന്നെ ഉണ്ടാകുന്നതായിരിക്കും. ബാൻസുരി സ്വരാജിന്റെ ഈ ആവശ്യത്തിൽ സ്പീക്കർ തന്റെ തീരുമാനം ഉടൻ അറിയിക്കുമെന്ന് പറഞ്ഞപ്പോൾ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ സഭയിൽ ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത്. കാരണം അത്തരത്തിൽ ഈ രാഹുൽ നടത്തിയ പ്രസംഗത്തിലെ ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തത്. ഏതായാലും സ്പീക്കർ ഇത് സംബന്ധിച്ചുള്ള റൂളിംഗ് നൽകിയതിനു ശേഷം നൽകുമ്പോൾ പ്രതിപക്ഷ നിരയിൽ നിന്ന് ശക്തമായ പ്രതിഷേധം ഉയരാനാണ് സാധ്യത. ഇതിനിടെ തന്റെ ഇന്നലത്തെ പ്രസംഗത്തെ ന്യായീകരിച്ച് രാഹുൽ ഗാന്ധി ഇന്ന് രംഗത്തെത്തുകയും ചെയ്തു. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക്, അതായത് മോദിയുടെ കാലത്ത് സത്യം നീക്കം ചെയ്യപ്പെടുകയാണ്, പക്ഷേ താൻ പറഞ്ഞത് സത്യമാണ്, സത്യം യഥാർത്ഥത്തിൽ നീക്കം ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്നും സത്യം തന്നെയായി നിലനിൽക്കുമെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. ഏതായാലും സ്പീക്കറുടെ റൂളിംഗിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ലോക്സഭയിൽ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാകാനാണ് സാധ്യത. മാധു, ഇന്ന് പ്രധാനമന്ത്രി മറുപടി പറയുന്ന ദിവസം കൂടിയാണല്ലോ. ഈ അഗ്നിവീറുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശത്തെ ഇപ്പോൾ തന്നെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. സൈനിക സേവനത്തിനിടയിൽ വീരമൃത്യു വരിച്ച അഗ്നിവീറിന്റെ കുടുംബത്തിന് കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം കിട്ടിയെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ BJP ആയുധമാക്കില്ലേ സഭയിൽ? തീർച്ചയായും ഇന്ന് ഈ രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ച ഇപ്പോൾ ലോക്സഭയിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് ആദ്യം സംസാരിക്കുന്നത് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവാണ്. പ്രതിപക്ഷ നിരയിൽ നിന്ന് സംസാരിക്കുന്ന നേതാക്കളൊക്കെയും തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ അനുകൂലിച്ച് സംസാരിക്കുമ്പോൾ, ഭരണപക്ഷ അംഗങ്ങൾ ഇന്ന് സംസാരിക്കുമ്പോൾ രാഹുലിന്റെ പ്രസംഗത്തെ ശക്തമായി എതിർക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഹിന്ദു വിരുദ്ധ പരാമർശം, അതുപോലെ തന്നെ അഗ്നിവീർ, കർഷക സമരം, മണിപ്പൂർ തുടങ്ങിയ വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധി നടത്തിയ ചില ആരോപണങ്ങൾ, ഇവയെല്ലാം ശക്തമായി ഖണ്ഡിച്ചുകൊണ്ടുള്ള പ്രസംഗമായിരിക്കും ഈ ഭരണപക്ഷി നിരയിൽ നിന്ന് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. വൈകിട്ട് 5 മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ ഈ ചർച്ചകൾക്ക് മറുപടി നൽകിക്കൊണ്ടുള്ള പ്രസംഗം നടത്താൻ വേണ്ടി പോകുന്നത്. ആ പ്രസംഗത്തിലും മോദി രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയും ശക്തമായ കടന്നാക്രമണം നടത്തുമെന്നാണ് ഈ NDA നേതാക്കളും മറ്റും ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.